ചേച്ചിയുടെ പ്രെയർ റുട്ടീൻ എങ്ങനെയാണ്, എത്ര സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കാറുണ്ട്, ആ ഡീറ്റെയിൽസൊക്കെ ഒന്ന് തരാമോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പല കമൻറ്റുകളും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയക്കുറവിൽ നമ്മൾ എങ്ങനെയാണ്, എത്രമാത്രം സമയം നമ്മൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കണം, ആ ഒരു എത്ര സമയം എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ആളുകൾ എന്നോട് ചോദിച്ചായിരുന്നു. എനിക്കിങ്ങനെ ഭാഷാവരത്തിൽ വരുവാണ്, ഭയങ്കര ഒരു ശക്തമായിട്ട് ഉറക്കെ എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കര ഫോഴ്സിൽ വരുന്നെന്ന് പറയത്തില്ലേ, ഉത്തര ഉത്തര ഉത്തര. എന്നിട്ട് ഞാൻ ഇത് എൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനും വരുന്നതാണ്. ഉത്തര ഉത്തര ഉത്തര, നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണിത്. പാൽ പാൽ പാൽ, തേൻ തേൻ തേൻ, നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. ഞാൻ എന്താ പ്രാർത്ഥിച്ച, അവൾക്ക് എന്താണ് അലർജി, അലർജിയുടെ കാര്യം കണ്ടുപിടിക്കണം. നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് അവൾക്കുള്ള അലർജി പാലും തേനുമാണ്. ഹായ് എവ്രി വൺ. സോ ഇന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിലൂടെ ഒത്തിരി പേര് എന്നോട് കമൻസിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ പ്രെയർ റുട്ടീൻ എങ്ങനെയാണ്, എത്ര സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കാറുണ്ട്, ആ ഡീറ്റെയിൽസൊക്കെ ഒന്ന് തരാമോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പല കമൻറ്റുകളും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ഒരു പ്രെയർ റുട്ടീൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം, ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ തിരക്കുകളുള്ളവരാണ് അല്ലേ. അപ്പോൾ പ്രത്യേകമായിട്ട് ജോലി ചെയ്യുന്നവർ, മാതാപിതാക്കൾ, ഇപ്പം വർക്ക് ചെയ്യുന്ന മദേഴ്സിനാണെങ്കിൽ പിള്ളേരുടെ കാര്യമുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, ജോലിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതിൻ്റേതായ സ്ട്രെസ്സുണ്ട്, ടെൻഷനുണ്ട്. അപ്പോൾ സമയക്കുറവെന്ന് പറയുന്നത് നമ്മളെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ ഫാക്ടറാണ് അല്ലേ. അപ്പോൾ ഈ സമയക്കുറവിൽ നമ്മൾ എങ്ങനെയാണ്, എത്രമാത്രം സമയം നമ്മൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കണം, ആ ഒരു എത്ര സമയം എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങനെയുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ആളുകൾ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രെയർ റുട്ടീൻ, ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമ്മൾ ദൈവം അനുവദിച്ചത് കൊണ്ടല്ലേ, ദൈവം പെർമിറ്റ് ചെയ്തത് കൊണ്ടല്ലേ ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു അസുഖം, അല്ലെങ്കിൽ ഈ ഒരു കടബാധ്യത, അല്ലെങ്കിൽ ഈ ഒരു ജോലിയില്ലാത്ത അവസ്ഥ, ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലം, ഇതെല്ലാം ദൈവം അനുവദിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ. അപ്പോൾ അത് നീങ്ങിപ്പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം ഈ ക്ലാസ്സിൽ കവർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് കൂടാതെ എനിക്ക് കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ. അപ്പം എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ലെങ്തി ആയി പോവുകയാണെങ്കിൽ ഒരു ക്ലാസ്സും കൂടെ പ്രാർത്ഥനയെക്കുറിച്ച് ഷെയർ ചെയ്യാമെന്നാണ്. കാരണം എനിക്ക് ഞാൻ മനസ്സിലാക്കിയ കുറേ അധികം കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ച ഒത്തിരിയേറെ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ സമയക്കുറവ് കൊണ്ട് അതൊന്നും മിസ് ചെയ്ത് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഒരു 35 മിനിറ്റ്സിൽ കൂടുതലാവുകയാണെങ്കിൽ ഞാൻ ഓർക്കുന്ന ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് 2 സെഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഞാൻ ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാം. അടുത്ത ക്ലാസ്സിൽ ഇതിലും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ, തിയോളജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ, എത്ര തവണ പ്രാർത്ഥിക്കണം, യാമപ്രാർത്ഥനകൾ, അല്ലെങ്കിൽ രാത്രി സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലേ, 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ആവശ്യമാണോ, അതിനെക്കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നത്, അതുപോലെ തന്നെ എൻ്റെ കുറച്ച് വ്യക്തിപരമായ അനുഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം മിക്കവാറും ഈ ക്ലാസ്സിൽ തീരത്തില്ല, അതുകൊണ്ട് മിക്കവാറും ഞാനിത് 2 ക്ലാസ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള പ്രേയേഴ്സ് അല്ലേ, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ, അല്ലെങ്കിൽ
നമ്മൾ പെറ്റീഷൻ എന്ന് പറയത്തില്ലേ അല്ലേ? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ. അതായത് നമ്മൾ ദൈവത്തെ ആരാധിക്കും, നമ്മളെ ദൈവത്തെ സ്തുതിക്കും, അഡോറേഷനുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇൻ്റർസെസറി പ്രെയർ ഉണ്ട്, അല്ലെങ്കിൽ പെറ്റീഷൻസ്, നമ്മുടെ തന്നെ ആവശ്യങ്ങൾ കർത്താവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട് അല്ലേ? അപ്പം നമ്മളുടെ ഒരു ആവശ്യം, നമുക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാമോ? അത് കർത്താവ് അനുവദിച്ചതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്നത്. അപ്പം നമ്മളത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാമോ? അങ്ങനെയാണ് ഒരു വ്യക്തി എന്നോട് ചോദിച്ചത്. ആ ഒരു ക്വസ്റ്റിന് ആദ്യം ആൻസർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ അവസരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? എല്ലാവരും തന്നെ, എല്ലാ വിശുദ്ധരും, കർത്താവ് ഉൾപ്പെടെ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ കർത്താവ് ഗെത്സമനിയിൽ വെച്ച് പ്രാർത്ഥിച്ചതും, പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ അല്ലേ? കർത്താവിൻ്റെ ആ ഒരു വേദന, ഈ ഒരു വിഷമം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ആഗ്രഹമല്ല നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ അല്ലേ? ലെറ്റ് ദൈ വിൽ ബി ഡൺ അല്ലേ? നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത് അല്ലേ? അപ്പോൾ കർത്താവും പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, കർത്താവും പിതാവിനോട്, ഈശോയും പിതാവിനോട് അപേക്ഷകളാലും യാചനകളാലും തൻ്റെ എല്ലാ പെറ്റീഷൻസും പിതാവിൻ്റെ അടുത്ത് സമർപ്പിക്കുമായിരുന്നു അല്ലേ? അപ്പം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇപ്പോൾ എബ്രായരുടെ പുസ്തകത്തിലാണെങ്കിലും ഞാൻ ഈയിടെ വായിച്ച ഒരു വചനമാണ് കർത്താവ് പറയുന്ന. എബ്രായർ ഞാൻ മുഴുവനും പഠിക്കാനായിട്ട് ഒത്തിരി പഠിച്ച ഒരു പുസ്തകമാണ് കേട്ടോ. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് എബ്രായരുടെ പുസ്തകം. നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ പഠിക്കണം. അപ്പോൾ എബ്രായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എബ്രായർ 5:7 തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു അല്ലേ? അപ്പം തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനും കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പം എഫേസ്യോസുകാർക്ക് എഴുതിയ 6-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്, നിരന്തരം പ്രാർത്ഥിക്കുവൻ, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എൻ്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പുസ്തകം തന്നെ പറയാം, നിരന്തരം പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട് 10 തൊട്ട് ആത്മീയ സമരമാണ് അല്ലേ? സാത്താൻ്റെ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്നാണ് പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇൻറ്റൻഷൻസ് കർത്താവ് എബ്രായരിൽ നമ്മൾ വായിച്ചു, കർത്താവ് തൻ്റെ എല്ലാ അപേക്ഷകളും യാചനകളും പിതാവിനോട് സമർപ്പിച്ചിരുന്നു അല്ലേ? കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥിച്ചിരുന്നു എന്നല്ലേ? അപ്പോൾ നമുക്കൊരു അസുഖമുണ്ടെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതെ ദൈവത്തിന് അതറിയാം, എങ്കിൽ പോലും നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഇൻറ്റൻഷൻസിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊരു കമ്മ്യൂണിയനാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ? അപ്പോൾ അതൊരു ബന്ധമാണ്. അപ്പം പിതാവായ ദൈവത്തോട് അല്ലേ, നമ്മുടെ പിതാവായ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധമാണ് പ്രാർത്ഥന അല്ലേ? അല്ലേ ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ? അപ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പിതാവിനോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ? അത് ഇപ്പം എനിക്കൊരു എൻ്റെ ലൗകിക പിതാവിനോട് പോലും എനിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമല്ലോ. എനിക്ക് ഡ്രസ്സ് വേണമെങ്കിൽ, എനിക്ക് ബുക്ക് വേണമെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ എല്ലാം ഞാൻ പോയി എൻ്റെ പിതാവിനോട് ചോദിക്കുമല്ലോ. അതുപോലെ തന്നെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോടും ഒരു മകളെന്നുള്ള അല്ലെ ഒരു മകനെന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ചോദിക്കാം അല്ലേ? അതിലൊരു തെറ്റുമില്ല. എൻ്റെ ആവശ്യങ്ങളും എൻ്റെ അപേക്ഷകളും എൻ്റെ പ്രാർത്ഥനകളും എല്ലാം. ഇപ്പോൾ എനിക്കൊരാവശ്യമുണ്ട്, എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു അസുഖമാണ്, അതിൽ നിന്ന് എനിക്കൊരു ഹീലിംഗ് വേണം, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ഇപ്പോൾ പഠനത്തിൽ സഹായം വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഒരു ധൈര്യക്കുറവുണ്ട്, എൻ്റെ മനസ്സിനൊരു ഭയമുണ്ട്.
ഒക്കെ നമുക്ക് അപേക്ഷകളോടും യാചനകളോടും കൂടെ നമുക്ക് നമ്മുടെ പെറ്റീഷൻസ് പിതാവിന് സമർപ്പിക്കാം. പക്ഷേ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്കം നമ്മൾ ഒരു തുറവിയുള്ളവരായിരിക്കണം. അതായത് ചിലപ്പം നമുക്കത് ഗ്രാൻറ്റ് ചെയ്യത്തില്ല ദൈവം, അല്ലേ? അപ്പോൾ ദൈവം എന്ന് പറയുന്ന പിതാവാണ്, അല്ലേ? പിതാവിനറിയാം തൻ്റെ പുത്രനോ പുത്രിക്കോ ഏറ്റവും നല്ലത് എന്തെന്ന്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചാലും അതെനിക്ക് നല്ലതല്ല എന്ന് പിതാവിന് ഉറപ്പുണ്ടെങ്കിൽ അവൻ അതെനിക്ക് തരത്തില്ല, പിതാവ് എനിക്ക് തരത്തില്ല, അല്ലേ? അപ്പം നമ്മുടെ മാതാപിതാക്കളും അങ്ങനെയാണല്ലോ. നമ്മളെ ഹേർട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഉപദ്രവം ഉണ്ടാക്കുമെന്ന് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എത്ര കരഞ്ഞാലും നമ്മുടെ പേരൻസ് നമുക്കത് തരത്തില്ല, അല്ലേ? കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും കൊടുക്കത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ആത്മാവിനും എൻ്റെ ജീവിതത്തിനും അത് നല്ലതല്ല എന്ന് ദൈവം തീരുമാനിച്ചാൽ ഒരു പക്ഷേ ദൈവം പറയും ആ മുള്ള് അവിടെ ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ പ്രത്യക്ഷത്തിൽ എനിക്കത് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ എനിക്ക് മനസ്സിലാകത്തില്ല എന്താണ് അതിലെ നന്മ എന്ന്, അല്ലേ? അപ്പം ചില കാര്യങ്ങൾ നമുക്ക് തോന്നും അയ്യോ അത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണല്ലോ, അപ്പോൾ അത് തന്നതുകൊണ്ട് ഒരു ഉപദ്രവം ഇല്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ വിചാരിക്കുന്ന പിതാവിനെ മാത്രമേ നമ്മുടെ ജീവിതാവസാനം വരെയും നമ്മുടെ നിത്യതയും എല്ലാം കാണാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും എൻ്റെ ആത്മാവിൻ്റെ സുസ്ഥിതിക്ക് അത് നല്ലതായിരിക്കും, മനസ്സിലായോ? അല്ലെങ്കിൽ അതെൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതുവഴി ഒത്തിരി അധികം പേര്, അല്ലേ, വളരെയധികം ആൾക്കാർ അതുവഴി പ്രോഫിറ്റ് ചെയ്യും. അങ്ങനെ പിതാവ് തീരുമാനിക്കുകയാണ്. അങ്ങനെ നല്ലതെന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് നല്ലതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യം പോലും ചിലപ്പോൾ നമുക്ക് ലഭിക്കാതെ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ കർത്താവ് തൻ്റെ ഇഹലോക വാസക്കാലത്ത് തൻ്റെ അടുത്ത് വന്നിരുന്ന എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തി, അല്ലേ? വിശ്വസിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് പാപമോചനവും രോഗസൗഖ്യവും നൽകി, അല്ലേ? ഒത്തിരിയേറെ മിറക്കിൾസ് അവിടുന്ന് ചെയ്തു. എന്നാൽ തൻ്റെ കൂടെ നടന്നവനായ പത്രോസ് അപ്പോസ്തലൻ, എല്ലാം ഉപേക്ഷിച്ച് കൂടെ വന്നവനായ പത്രോസ് അപ്പോസ്തലന് മക്കളില്ലായിരുന്നു. അപ്പോൾ ഒരു മകനെ ചോദിച്ചപ്പോൾ കർത്താവ് കൊടുത്തില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവ് കൂടെ എല്ലാം ഉപേക്ഷിച്ച് വന്ന് പത്രോസ് അപ്പോസ്തലന് കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? കർത്താവ് വിചാരിച്ചു പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് വലിയൊരു പദ്ധതിയാണ്, അല്ലേ? ഒന്നാമത്തെ അപ്പോസ്തലന്മാരുടെ തലവൻ, അല്ലേ? അപ്പം ഒത്തിരിയേറെ ആത്മീയ മക്കളുടെ പിതാവ്, അല്ലെ? ഒത്തിരിയേറെ മക്കളുടെ ആത്മീയ പിതാവാകാൻ വിളി ലഭിച്ച പത്രോസ് അപ്പോസ്തലന് ലോകത്തിലൊരു മകൻ വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചല്ലേ? സ്വന്തം ഒരു മകൻ എന്ന് പറഞ്ഞാൽ ഒരു നങ്കൂരം പോലെയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പത്രോസ് അപ്പോസ്തലൻ്റെ ആ ഒരു മിഷന് ആ മകൻ ഒരു തടസ്സമായിരിക്കാം, അല്ലേ? മകനെന്ന് പറയുന്ന ഒരു നങ്കൂരം പോലെയല്ലേ? അപ്പോൾ അതൊരു തടസ്സമായിരിക്കാമെന്ന് ദൈവം തൻ്റെ ഇതിലങ്ങ് തീരുമാനിച്ചു, അല്ലേ? അപ്പം ദൈവം വിചാരിച്ച് ഇത്രയേറെ വലിയ ഉന്നതമായ വിളി ലഭിച്ച പത്രോസ് അപ്പോസ്തലന് മക്കൾ വേണ്ട എന്ന് ദൈവം തീരുമാനിച്ചു. അപ്പം ആ ഒരു നിമിഷം പത്രോസ് അപ്പോസ്തലന് അത് മനസ്സിലാവുമോ? ഇല്ല, അല്ലേ? പക്ഷെ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിക്കഴിയുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പിതാവ് അത് അനുവദിച്ചില്ല, എന്തുകൊണ്ട് അതെനിക്ക് ജീവിതത്തിൽ നല്ലതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ ആ ഒരു തുറവിയുള്ളവരായിരിക്കണം, അത്രയേ ഉള്ളൂ. അതായത് റിബല് ചെയ്യരുത്, വാശി പിടിക്കരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു മിസ്റ്റേക്കാണ്. ചെറുപ്പത്തിലൊക്കെ ഈശോയോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ ഒരു പിറുപിറുക്കും, ഒരു കംപ്ലൈനിങ് മോഡ്, അല്ലേ? എന്നാലും എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടിയില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല, അങ്ങനെ ഒരു റിബല്യൻ, അല്ലേ? ഒരു കംപ്ലൈനിങ് മോഡ് അതേ പറയും, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറഞ്ഞ പിറുപിറുക്കുക. ആ ഒരു ക്യാരക്ടർ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്, ആ ഇനീഷ്യൽ ടൈമിൽ. പക്ഷെ പിന്നീട് എനിക്ക് കുറേ ആഴത്തിലെല്ലാം പഠിച്ച്, അതായത് ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മുടെ ധാരണകളിൽ ഒത്തിരി മാറ്റം വരും കേട്ടോ. നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ ഒത്തിരി ഗ്രോ ചെയ്യും. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു വിഷമമില്ല. ഇന്നും ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. പക്ഷേ എങ്കിലും ആ ഒരു തുറവി ദൈവം തന്നു. അതായത് ആ ഒരു പിറുപിറുക്കുന്നത്, അല്ലെ ആ റിബല്യൻ, അതെല്ലാം അങ്ങ് മാറിപ്പോയി കേട്ടോ. അതൊരു ഗ്രോത്ത് ഫേസാണ്. അത് നമ്മൾ സ്ലോലി ഗ്രോ ചെയ്ത്, ഞാൻ പറയുന്ന ആ യാക്കോബിൻ്റെ ഗോവണി എപ്പോഴും ഓർക്കുക. ഡേ 1 നമ്മൾ അവിടെ എത്തത്തില്ല, അതൊരു ഗ്രോത്താണ്. ഇനി ഒത്തിരിയേറെ കാലം മുന്നോട്ട് പോകാനുണ്ട്. പക്ഷേ എപ്പോഴും ഓർക്കുക,
പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ നമ്മുടെ ഓരോ ആവശ്യങ്ങളും കർത്താവിൻ്റെ അടുത്ത് വലിയ അപേക്ഷയോടും യാചനയോടും കണ്ണീരോടും കൂടെ നമുക്ക് സമർപ്പിക്കാം. പക്ഷേ അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് തുറവിയുള്ളവരായിരിക്കാം. അതാണ് ക്രിസ്തുവും പഠിപ്പിച്ചത്. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം, അല്ലേ? ആ ഒരു ലൈനും കൂടെ ആഡ് ചെയ്തേക്കാം. അത് ആഡ് ചെയ്താൽ നമ്മുടെ എല്ലാ പേഴ്സണൽ ഇൻറ്റൻഷൻസും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാനങ്ങനെ എൻ്റെ എല്ലാ പേഴ്സണൽ ഇൻറ്റൻഷൻസും പ്രാർത്ഥിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിലെടുത്തായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന. അത് ചെയ്യുന്നതിനും എനിക്ക് യാതൊരു പേടിയോ മടിയോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ആൾ തന്നെയാണ്. അതിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ അങ്ങയുടെ ഹിതം എന്ന് മാത്രം ഒരു കാര്യം ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു തുറവി ഉണ്ടായിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ 2-3 അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടുന്ന അവസരങ്ങളുണ്ട്. അതായത് പ്രാർത്ഥിച്ചില്ല, അത് ചിന്തയിലൂടെ പോയപ്പോൾ തന്നെ ദൈവം അത് കേട്ടിട്ട് ആൻസർ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയല്ലേ, നമ്മുടെ ഒരു ആഗ്രഹം ആയിരുന്നു, അതത്ര ഒരു ആഗ്രഹമായിരുന്നു, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊന്നുമില്ല, പക്ഷേ ഒരു ആഗ്രഹം ദൈവം കണ്ടറിഞ്ഞ് ചെയ്തു, അല്ലേ? നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലേ? പിന്നെ ചിലപ്പോഴൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ഇൻറ്റൻഷൻ, നമുക്ക് ഒരു കാര്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ഞാൻ സ്പെഷ്യൽ ഇൻറ്റൻഷൻ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എനിക്ക് ആൻസർ ചെയ്ത ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ 4ാമത്തെ മോള് തെരേസ, അവളിടയ്ക്ക് എൻ്റെ വീഡിയോയിലൊക്കെ പാട്ട് പാടാനൊക്കെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ വീട്ടിലെ ഒരു സിംഗറാണ് ആൾ. അപ്പം അവൾക്ക് ഒരു അലർജി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എപ്പോഴും സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എപ്പോഴും കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും, കണ്ണിങ്ങനെ റെഡായിട്ടിരിക്കും. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു എന്തോ അലർജിയാണ്, അപ്പോൾ അതിനൊരു ഐ ഡ്രോപ്സ് ഒഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് സ്ഥിരം അങ്ങനെ ഒഴിക്കരുത്, ഇടയ്ക്ക് ഒഴിക്കുക, പക്ഷേ യു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ്, എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർക്കുന്ന സ്കൂളിലൊക്കെ പോകുമ്പം ഡസ്റ്റ് അലർജി ആയിരിക്കും, അതുകൊണ്ടൊരു ഇതൊക്കെ വെച്ചിട്ട് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇതൊക്കെ വെച്ച് ചെവിയെല്ലാം മൂടി അങ്ങനെ സ്കൂളിൽ വിടുന്നത്. പക്ഷേ എന്നാലും അവളുടെ കണ്ണിൻ്റെ അത് മാറിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾക്ക് ചുമയും പിടിക്കാൻ തുടങ്ങി കൂടുതൽ. അപ്പം എപ്പോഴാണെങ്കിലും ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വീസിങ് പോലെ ആവും. എന്നിട്ട് പിന്നെ നെബുലൈസേഷൻ ചെയ്യണം. അപ്പോൾ ഇത് എല്ലാ മാസവും തന്നെ ഇങ്ങനെ വന്ന്, അപ്പോൾ സെയിം ഡോക്ടറുടെ അടുത്താണല്ലോ പോകുന്നത്. അപ്പോൾ 2 പ്രാവശ്യം പോയപ്പോഴും പുള്ളി ആൻറ്റിബയോട്ടിക്സും നെബുലൈസേഷനും എല്ലാം കൊടുത്തിട്ട് 3ാമത്തെ പ്രാവശ്യം പോയപ്പം ലൈക്ക് എവറി മന്ത്, അല്ലേ? അപ്പോൾ 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് കൊച്ചിന് ചീത്തയാണ് ഇങ്ങനെ എല്ലാ മാസവും വരുന്നത്. ദിസ് ഈസ് ക്ലിയർലി ആൻ അലർജി. അപ്പോൾ നിങ്ങൾ പോയി കണ്ടുപിടിക്കുക എന്താണ് അലർജി, കൊച്ചിന് എന്താണ് കൊച്ചിന് അലർജി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആദ്യം തൊട്ടേ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇത് അലർജി പോലെയാണ്, കാരണം കണ്ണിൽ നിന്നും വെള്ളം വരുന്നു, ഈ ചുമയും വരുന്നു. അപ്പം നമ്മൾ സാധാരണ പിള്ളേർക്ക് പാലും ഗ്ലൂട്ടനൊക്കെ ആണല്ലോ അലർജി. ഒത്തിരി പേർക്ക് അങ്ങനെ അലർജി ഉള്ളതുകൊണ്ട് ഇവൾക്ക് വീറ്റ് മൈദയൊക്കെ നിർത്തി പാലൊക്കെ നിർത്തി നോക്കിയിട്ടൊന്നും ഒരു വ്യത്യാസവും ഇല്ല, ഇറ്റ്സ് ഓൾ സെയിം. അപ്പം അതല്ല എന്ന് തോന്നി. പിന്നെ പൊടിയാണോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിന്ന് ട്രൈ ചെയ്തു. പക്ഷേ ഈ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മൈദ, പാല്, പിന്നെ പൊടി, അങ്ങനത്തെ എല്ലാം കുറേ നോക്കിയിട്ടൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ കൊച്ച് ഇങ്ങനെ ഈ നെബുലൈസേഷനിൽ എടുത്തിട്ട് വല്ലാതെ ഒരുമാതിരി ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, വലിയ വണ്ണമൊന്നും ഇല്ലെങ്കിലും അങ്ങ് ഒത്തിരി മെലിഞ്ഞു പോയേ. അപ്പം എനിക്ക് ഭയങ്കര ഒരു വിഷമം പോലെ വന്നു. ദൈവമേ ഇത് എന്താണെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല, ഇനി എന്തോ ചെയ്യും, എന്താണെന്ന് നമ്മളിപ്പോൾ കുറച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടും കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ഫുഡെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം നമുക്കങ്ങനെ നിർത്തി നോക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്ത് ശരി ഇതൊന്ന് പ്രാർത്ഥിച്ചേക്കാം. ഒന്നിപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ഇൻറ്റൻഷൻ വെച്ച് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഓർത്ത് 3 ദിവസം പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഒരു കന്നഡ ധ്യാന കേന്ദ്രമുണ്ട്, ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോകുന്നതാണ്, കുറച്ച് ദൂരെയാണ് ഇവിടുന്ന്, ഒരു 2 മണിക്കൂർ പോകണം തോന്നും. അപ്പോൾ അവിടെ പോയി ഇടയ്ക്ക് ഞങ്ങൾ വല്ലപ്പോഴും പോകും. ഭയങ്കര ഒരു പീസ്ഫുൾ സ്ഥലമാണ് കേട്ടോ, ഭയങ്കര പീസാണ് അവിടെ പോയി കഴിയുമ്പം, നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ചാപ്പലുണ്ട്, അവിടെ പ്രാർത്ഥനയും ശുശ്രൂഷയൊക്കെ ഉണ്ട്. പക്ഷേ ആ ചാപ്പലിൽ പോകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ പോയി എന്നിട്ട് പ്രത്യേകം ഈ കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2-3 ദിവസം പ്രത്യേകം ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സാറ്റർഡേ ആണെന്ന് തോന്നുന്നു പോയത്. സാറ്റർഡേ അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ പോയി. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് സമയം പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾ അവിടുത്തെ ബ്രദറിനോട് പറഞ്ഞു കുറച്ച് സമയം, അന്ന് പ്രെയറൊന്നുമില്ല, ആരും ഇല്ലാത്തൊരു സമയമാണ്, ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ ആരാധന ചാപ്പലിലിരിക്കണം. അപ്പോൾ ബ്രദർ അത് ഓപ്പണൊക്കെ ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഒരു കുരിശിൻ്റെ വഴി ഒരു കർണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരാമെന്ന് ഓർത്താൽ പോകുന്നത്.
അപ്പോൾ ഉച്ച കഴിഞ്ഞൊരു സമയമാണ്. അപ്പോൾ സാധാരണ നമുക്ക് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ യാത്രയുടെ ക്ഷീണമൊക്കെ കാരണം നമുക്ക് കുറച്ച് ഉറക്കമൊക്കെ വരത്തില്ലേ. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അകത്തോട്ട് കയറിയപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് അങ്ങ് ഫീൽ ചെയ്യുക. അതായത് എൻ്റെ പ്രാർത്ഥനയുടെ ഒരുക്കമാണോ ആ സ്ഥലത്തിൻ്റെ പരിശുദ്ധി കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ ഭയങ്കരമായിട്ടൊരു ഹോളി സ്പിരിറ്റ് ഒരു ഇൻഫിലിംഗ് തോന്നി. അപ്പം ഞാൻ അവിടെ ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രയറെല്ലാം ചെയ്തിട്ടാണോ അതിന് മുമ്പാണോ എന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. പക്ഷേ എനിക്ക് നല്ലതായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. എന്നിട്ട് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാഷാവരമുണ്ട്. അപ്പോൾ ഭാഷാവരം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഭാഷാവരത്തിൽ അതിന് എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് വായി തുറക്കുമ്പോൾ ദൈവം തരുന്നതാണ്, അല്ലാതെ ഒരു ടൈം അങ്ങനെയൊന്നുമില്ല, പള്ളി കിട്ടത്തുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം ഭയങ്കര ഫോഴ്സിൽ എനിക്കിങ്ങനെ ഭാഷാവരത്തിൽ വരുവാണ്. ഭയങ്കര ഒരു ശക്തമായിട്ട് ഉറക്ക എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഫോഴ്സിൽ വരുന്നെന്ന് പറയത്തില്ലേ, ഉത്തര ഉത്തര ഉത്തര. എന്നിട്ട് ഞാൻ ഇത് എൻ്റെ മനസ്സിലതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനും വരുന്നതാണ്. ഉത്തര ഉത്തര ഉത്തര, നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണിത്. പാൽ പാൽ പാൽ, തേൻ തേൻ തേൻ, നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. ഞാൻ എന്താ പ്രാർത്ഥിച്ച അവൾക്ക് എന്താണ് അലർജി, അലർജിയുടെ കാര്യം കണ്ടുപിടിക്കണം. നിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് അവൾക്കുള്ള അലർജി പാലും തേനുമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ഉത്തരം. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇങ്ങനെ പാലും തേനും അവൾക്ക് അലർജി എന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പാലും തേനും സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോഴല്ലേ ഇതിന് ഒരു 5-8 മാസം മുമ്പ്, കുറച്ച് നാൾ മുമ്പ്, എത്ര മാസം എന്ന് അറിഞ്ഞൂടാ, അമ്മ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറേ അധികം തേൻ കൊണ്ടുവന്നു. അപ്പോൾ ഒത്തിരി തേൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു കന്നാസ് എന്നൊക്കെ പറയില്ലേ, അതിനകത്ത് നിറച്ചും ഒരു തേനായിട്ട് അമ്മ തിരിച്ചു വന്നത്, എന്തോ എവിടെ നിന്നോ കിട്ടിയതാന്ന് പറഞ്ഞു അതിങ്ങനെ കൊണ്ടുവന്നു. അപ്പം ഈ പിള്ളേർക്ക് തെരസിക്ക് ഭയങ്കര ഇഷ്ടമായി തേൻ. അപ്പോൾ തെരസിക്ക് ഭയങ്കര മടിയാണ്. ഈ ദോശയ്ക്കൊക്കെ നമ്മൾ ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയാൽ അത് കൂട്ടി കഴിക്കത്തില്ല, തേൻ കൂട്ടിയാണ് കഴിക്കുന്നത്. ചപ്പാത്തിക്ക് വേറെ കറി ഉണ്ടെങ്കിലും ചപ്പാത്തിയും തേൻ കൂട്ടിയാണ് കഴിക്കുന്നത്. പുട്ടും തേൻ കുട്ടിയാണ് കഴിക്കുന്നത്. എന്തിനകത്തും അവൾ തേൻ കഴിക്കും, കാരണം ഭയങ്കര താല്പര്യമാണ് തേന്. അപ്പോൾ ഒത്തിരി തേനും ഇരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എവറി ഡേ അവൾ തേനാണ് കഴിക്കുന്നത്. എന്തിനായാലും കൂടെ അവൾ തേൻ കഴിക്കും. അപ്പം ശരിയാണ്, ഇവൾ ഒത്തിരി തേൻ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാൽ എനിക്കൊന്ന് നമ്മൾ ആദ്യമേ നിർത്തി നോക്കി, പക്ഷേ പാല് മാത്രം നിർത്തിയിട്ട് ഫലം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ കംപ്ലീറ്റ്ലി പാലും തേനും അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വിത്തിൻ ഫ്യൂ ഡേയ്സ് കേട്ടോ, അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന അത് മാറി. പിന്നെ അവളുടെ ആ ചുമ പിന്നെ അങ്ങനെ വന്നിട്ടില്ല. അപ്പം തന്നെ ഒരു 2-3 ദിവസത്തിനകം തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കണ്ടു കേട്ടോ. അവളുടെ ആ അലർജി കംപ്ലീറ്റ് ആയിട്ട് മാറി. ആക്ച്വലി അവൾക്ക് ഇത് രണ്ടുമായിരുന്നു അലർജി. ഷീസ് അലർജിക് ടു പാൽ ആൻഡ് തേൻ. അപ്പം അതെനിക്ക് ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പം കിട്ടിയൊരു ഉത്തരവും ഒരു സൗഖ്യമാണ് കേട്ടോ. അപ്പം അന്ന് തൊട്ട് എനിക്കറിയാം, നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, നമ്മളങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിന് കുറേ ഡിലേഡ് ആയിട്ടായിരിക്കും ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പം ഡിലേഡ് ആയിട്ട് ആൻസർ കിട്ടുമ്പോഴേ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കൺസീവ് ആയത്. 5 വർഷത്തിന് തൊട്ട് മുമ്പാണ് കല്യാണം കഴിഞ്ഞിട്ട്. 5 വർഷമാകുന്ന ഫെബ്രുവരിയിലായിരുന്നു, ഡിസംബറിലാണ്, തൊട്ട് മുമ്പാണ് ഞങ്ങളുടെ മൂത്ത മോളുണ്ടാകുന്നത്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും അതൊത്തിരി ഡിലേഡായിട്ട് കിട്ടിയ ഒരു എന്താ പറയുന്നത് ഉത്തരവാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറേ വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരാം അല്ലേ. അബ്രഹാം ഒരു കുഞ്ഞുണ്ടാകാനായിട്ട് വർഷങ്ങളോളം കാത്തിരുന്നല്ലേ, 100 വയസ്സ് അല്ലേ, ഒത്തിരി വർഷങ്ങൾ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് അബ്രഹാമിന് ഇസഹാക്ക് ജനിക്കുന്നത് അല്ലേ. അപ്പോൾ ചിലപ്പോഴൊക്കെയും ദൈവം നമ്മളെ അങ്ങനെ ഒരു കാത്തിരിപ്പിലൂടെ കൊണ്ടുപോകും. അപ്പം അതും നമ്മുടെ ആത്മാവിന് നല്ലതാണ് കേട്ടോ. നമ്മൾ ആസ് എ പേഴ്സൺ ഒത്തിരി വളരും. ഒന്നുമില്ലെങ്കിലും നമ്മളെ ദൈവം ക്ഷമ പഠിപ്പിക്കും കേട്ടോ. ഈ സ്പിരിച്വൽ ജേർണിയിൽ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് നമ്മുടെ ക്ഷമയാണ്. അപ്പോൾ ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കുക എന്നൊരർത്ഥവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണം, ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഉടനെ കിട്ടണം, അത് ഇംപേഷ്യൻസ് ആണ് അല്ലേ. അതല്ല, നമ്മൾ ദൈവം ക്ഷമയോടെയാണ് എല്ലാം ചിട്ടപ്പെടുത്തുകയും സൃഷ്ടിക്കുകയും എല്ലാം ചെയ്തല്ലേ. ഒരു കുഞ്ഞ് വളരുന്നത് നോക്കിയേ, പയ്യാണല്ലോ വളരുന്നത് അല്ലേ. എല്ലാം ദൈവം ആ ഒരു ചിട്ടയോടും ക്ഷമയോടും കൂടിയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളെ ക്ഷമ പഠിപ്പിക്കാനായിരിക്കാം ഒരുപക്ഷെ നമുക്ക് ആ കാത്തിരിപ്പ് വരുന്നത്. പല റീസൺസ് കാണാം, പക്ഷെ ഞാനൊരു ക്ഷമയില്ലാത്ത ആളായിരുന്നുകൊണ്ട് എനിക്ക് ഒത്തിരി ക്ഷമ പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പം ചിലപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ നമ്മളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഉടനെ ഉത്തരം കിട്ടും,
ചിലപ്പം ഒരു സമയമെടുത്തായിരിക്കും, പക്ഷേ ആ സമയമെടുത്തപ്പോഴും പോലും അതിൽ നമ്മളെ ദൈവം ക്ഷമ പഠിപ്പിക്കും. പിന്നെ ദൈവമില്ലേ, നമ്മൾ ആ കൊടുത്ത ആ ഒരു മേഖല, സമർപ്പിച്ച മേഖലയെ വിശുദ്ധീകരിച്ച് വാഴ്ത്തി നമുക്ക് തന്നെ തിരിച്ചു തരും അല്ലേ. അപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ ഒരു വിദൂര സ്വപ്നത്തിൽ പോലും അല്ലേ പറയല്ലേ, വൈൽഡസ്റ്റ് ഇമാജിനേഷനിൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല എനിക്ക് ദൈവം 5 മക്കളെ തരുമെന്നും. ഒരു കുഞ്ഞു പോലും കുഞ്ഞില്ലാതിരിക്കാൻ പോലും മാനസികമായി തയ്യാറെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ദൈവം എനിക്ക് 5 മക്കളെ തരുമെന്ന് എൻ്റെ വൈൽഡസ്റ്റ് ഇമാജിനേഷനിൽ പോലും ഇല്ല. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ ആ സമർപ്പിച്ച എൻ്റെ സമർപ്പണത്തെ ദൈവം എടുത്തു, വിശുദ്ധീകരിച്ചു, വാഴ്ത്തി, മൾട്ടിപ്ലൈ ചെയ്ത് ദൈവം എനിക്ക് തിരിച്ചു തന്നു അല്ലേ. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ഒന്നും വേണ്ട. ദൈവം ഓരോന്നും ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ടാണ് അല്ലേ. അപ്പം നമ്മളെ ഒരു മോർ പെർഫെക്റ്റ് പേഴ്സൺ ആക്കാനായിട്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എന്തും നമ്മുടെ ജീവിതത്തിൽ വരുന്നതും ദൈവം അനുവദിക്കുന്നതും എപ്പോഴും നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇതിലൂടെ എന്ത് നന്മ എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും അതിലൊരു ഹിഡൻ നന്മയുണ്ടെന്ന് മനസ്സിലാക്കുക. എനിക്കത് മനസ്സിലാക്കാനോ കാണാനോ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് ആ ഒരു സമയമാകുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാലാന്തരത്തിൽ അത് വെളിപ്പെടുമെന്ന് പറയുന്ന പോലെ. അപ്പം ചിലപ്പോൾ ഒക്കെ ഡിലേഡ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരു കാര്യവും കാണും കേട്ടോ. അതായത് അതിന് ആൻസർ ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ ഭയപ്പെട്ടത് എന്തോ അത് സംഭവിച്ചു എന്ന് നമ്മൾ പറയുന്ന പോലെ. അതിനും എനിക്കൊരു എക്സാമ്പിൾ പറയാനുണ്ട്. ഞാൻ ഡാഡിയുടെ അസുഖം വന്നപ്പോൾ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ ഡാഡിക്ക് അത് ദൈവം തിരിച്ചു പോകാനുള്ള ഒരു സമയമായപ്പോൾ കൊടുത്ത ഒരു അസുഖമാണ്. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഡാഡിയെ തിരിച്ചെടുത്തെങ്കിലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടെ ഉത്തരം കിട്ടിയില്ലെങ്കിലും അത് അംഗീകരിക്കാനുള്ള ഒരു പീസോടെ സമാധാനം എനിക്ക് ദൈവം തന്നു. വിഷമമില്ലെന്നല്ല, പക്ഷേ ഒരു അണ്ടർലൈൻ പീസ് എന്ന് നമ്മൾ പറയല്ലേ, ഒരു ആന്തരികമായ ഒരു സമാധാനം, അതിനെ നമുക്ക് സമാധാനത്തോടെ സ്വീകരിക്കാനായിട്ട് പറ്റി. അപ്പം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയുടെ ഔട്ട്കമ്മിനെ പറ്റി തുറവിയുള്ളവരായിരിക്കുക. ചിലപ്പോൾ ഉടനെ കിട്ടുമായിരിക്കാം, ചിലപ്പോൾ ഒരു ഡിലേ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കിട്ടുകയില്ലായിരിക്കാം. പക്ഷേ ഈ 3 സാഹചര്യത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഉടനെ കിട്ടുമ്പോൾ സന്തോഷം, ഡിലേ ആയിരിക്കുമ്പോൾ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുന്നു, ക്ഷമ നമ്മളെ പഠിപ്പിക്കുന്നു. 3-ാമത്തെ ഇതിൽ നമുക്ക് ദൈവം ദൈവികമായ സമാധാനം തരുന്നു കേട്ടോ. ദാറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ പീസ്. അതെന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓർക്കും, ഇത്രയും സങ്കടം വരുമ്പോൾ നമുക്ക് പീസ് അനുഭവിക്കാൻ സാധിക്കുമോ എന്ന്. പീസ് അനുഭവിക്കാൻ സാധിക്കും. വിഷമം ഇല്ലെന്നല്ല, കരയുന്നില്ല എന്നല്ല, സങ്കടമില്ലെന്നല്ല, പക്ഷേ ആ ഒരു ക്രിസ്തീയ പ്രത്യാശ, ആ ഒരു പീസ്, ആ ഒരു ടൈമിൽ ദൈവം നമുക്കത് തരും. അപ്പം എന്തൊരാവശ്യമാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക, അതിലൊരു കുഴപ്പമില്ല. അതിലെന്തെങ്കിലും തിന്മയുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ ആ തിന്മ അങ്ങ് മാറിപ്പോകും നമ്മൾ പ്രാർത്ഥിക്കുമ്പം. തിന്മയുടെ ഉദ്ദേശം എന്താണ്? നമ്മൾ സന്തോഷത്തോടെ ഇരിക്കരുത് അല്ലേ. നമ്മൾ എപ്പോഴും ദുഃഖിച്ചും നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും ദൈവത്തിനെതിരായി പിറുപിറുത്തും കരഞ്ഞും ഒക്കെ ഇരിക്കണം എന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് അല്ലേ. സഹനങ്ങളിൽ പോലും സന്തോഷിക്കാൻ സാധിക്കും അല്ലേ. അതുകൊണ്ടല്ലേ അപ്പോസ്തലൻ പറഞ്ഞേ, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗെയിൻ ഐ സേ റിജോയ്സ് അല്ലേ. എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പോൾ സഹനങ്ങളുടെ മധ്യത്തിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, എത്ര സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥന ചിട്ടപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഞാനിങ്ങനെയാണ് വിചാരിക്കുന്നത് അല്ലേ. അത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമുക്കേ അറിയത്തുള്ളൂ നമുക്ക് എത്ര സമയമുണ്ടെന്ന്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ രാവിലെ 9:30 ജോലിക്ക് കയറി കഴിഞ്ഞാൽ 5:30 വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 hours ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വന്ന് എനിക്ക് മീറ്റിങ്ങുകൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം വീട്ടിലെ കാര്യങ്ങൾ, പിള്ളേരുടെ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒത്തിരി ഹെൽപ്പ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി സമയക്കുറവുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഓരോ ജോലിക്കാർക്കും അറിയാൻ പറ്റണം എത്ര സമയം നമുക്ക് ഉണ്ടെന്നുള്ളത് അല്ലേ. അപ്പം നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക നമ്മുടെ ടൈമിനെ. ഇപ്പോൾ ഒരു ക്ലോയിസ്റ്റേർഡ് നണ്ണിന് അല്ലെങ്കിൽ ഒരു മിണ്ടാമഠത്തിലെ ഒരു കന്യാസ്ത്രീക്ക് എത്ര സമയം പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ വളരെയധികം സമയം പ്രാർത്ഥിക്കുക അല്ലേ. പക്ഷെ കുടുംബജീവിതം നയിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത്രയും സമയം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യുക എത്ര സമയം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന പ്രാർത്ഥനകൾ
എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എൻ്റെ പ്ലാൻ ഞാൻ നിങ്ങളോട് പറയാം. ഓരോരുത്തരും സെറ്റ് ചെയ്യുക കേട്ടോ, അവനവൻ്റെ സമയം വെച്ച്. ഞാൻ ഡെയിലി മാസ് എന്നും പോവും. ഒരു കാരണവശാലും ഞാനത് മുടക്കത്തില്ല. എന്തൊക്കെ വന്നാലും ഞാനത് മുടക്കാതിരിക്കാൻ നോക്കും. അപ്പം ഡെയിലി മാസ് എന്ന് പറയുമ്പം എനിക്ക് വൈകിട്ടാണ് ഞാൻ മോസ്റ്റ്ലി പോകുന്നത്. വൈകിട്ട് എനിക്ക് വൈകുന്നേരത്തെ മാസിന് പോകാനാണ് സൗകര്യം. അപ്പം എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ആ സമയത്ത് ഓഫീസിൽ മീറ്റിങ്ങോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ, അത് അനുസരിച്ച് ഞാൻ രാവിലെ പോകും. അപ്പോൾ ഒരിക്കലും ഡെയിലി മാസ് ആ ഒരു സാക്രമെൻ്റൽ ഗ്രേസിലായിരിക്കാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ കൂടെയുള്ള കൺഫെഷനും ഡെയിലി മാസും ഒരു കാരണവശാലും മുടക്കത്തില്ല. അതാണ് മിക്കവാറും ഞാൻ വൈകുന്നേരമാണ്, ഓൾമോസ്റ്റ് ഒരു 80-85% ടൈമും വൈകുന്നേരത്തെ മാസിനാണ് പോകുന്നത്. അതുപോലെ കൺഫെഷനും ഒരു 2 weeks to 1 month അങ്ങനെ കൺഫെഷനും പോകും. അത് ഒരിക്കലും മുടക്കത്തില്ല. പിന്നെ ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പ്, കാരണം നമ്മൾ ജോലിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ ചിന്തകളായി നമ്മുടെ മനസ്സിന് അതിലേക്കായി അല്ലേ. അപ്പോൾ നമുക്ക് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. നമ്മൾ ആ ജോലിയുടെ ടെൻഷനിലായി. ഇപ്പോൾ ചിലപ്പോൾ ജോലി ചെല്ലുമ്പോൾ ആയിരിക്കും ഒരു അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമായിരിക്കും, അല്ലെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ വരാം അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ജോലിക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ പ്രാർത്ഥനകളെല്ലാം തീർക്കാൻ നോക്കും. ഈവനിങ് മാസിന് പോവും, അതല്ലാതെ ബാക്കി പ്രാർത്ഥനകളെല്ലാം ഞാൻ രാവിലെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് തീർക്കാനായിട്ട് നോക്കും. അപ്പം ഞാൻ എൻ്റെ സമയം വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൊന്ത ചൊല്ലും, മാതാവിൻ്റെ ഒരു കൊന്ത ചൊല്ലും, ഒരു കർണക്കൊന്ത ചൊല്ലും, ഒരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യും, പിന്നെ ഈ ഡെയിലി മാസ് ചെയ്യും. പിന്നെ ഞാൻ ഇതിൻ്റെ മേളിൽ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് മിനിമം, ഇത് ഒട്ടും ഞാൻ കുറയ്ക്കത്തില്ല, ഒരിക്കലും മുടക്കത്തില്ല. അപ്പം ഇതിൻ്റെ മുൻപിൽ ഇപ്പോൾ ബൈബിൾ പഠനമുണ്ട്, കൂടുതൽ ചിലപ്പോൾ സമയം അനുസരിച്ച് ബൈബിൾ ഇതൊക്കെ വേഴ്സസൊക്കെ മെമ്മറൈസ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാൻ നോക്കും, അല്ലെങ്കിൽ കൂടുതൽ ജപമാലകൾ ചൊല്ലും ചിലപ്പം, അല്ലെങ്കിൽ കൂടുതൽ സമയം മെഡിറ്റേറ്റീവ് പ്രെയർ ചെയ്യും. അങ്ങനെയൊക്കെ അതെല്ലാം എൻ്റെ സമയമനുസരിച്ചാണ്. പക്ഷേ ഒരു ബെയർ മിനിമം എന്ന് പറയുന്നത് ഇത്രയുമാണ്. അത് ഞാൻ ഇത് ജോലിക്ക് കയറുന്നതിന് മുമ്പേ ചെയ്യും, കാരണം അതല്ലെങ്കിൽ അത് മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി. അപ്പം കൊന്തയൊല്ലും, മാതാവിൻ്റെ കൊന്തയൊല്ലും, കർണക്കൊന്തയൊല്ലും, ഒരു മെഡിറ്റേഷൻ ചെയ്യും. അത് ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് ചെയ്തിരിക്കും. അപ്പം ആ ഒരു രാവിലത്തെ ടൈമിൽ തന്നെ അത് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രെയർ റൂട്ടീൻ. ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ പലത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ ഞാനങ്ങനെ രാവിലെ എഴുന്നേറ്റ് കൂടുതൽ സമയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്കതങ്ങോട്ട് ജോലി ചെയ്യുമ്പോഴൊക്കെ അത്ര എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതെനിക്ക് വർക്കാകത്തില്ല എന്നെനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇപ്പം 4 ജപമാലയൊക്കെ എത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. കുറേ നാൾ ഞാനങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കൊത്തിരി സ്ട്രെസ്സ് കൊണ്ടുവരുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നതിലല്ല, ഇത് തീർക്കുന്നതിലായി പോവുക. ചിലപ്പോഴും നമ്മുടെ ഈ സമയക്കുറവുണ്ടാകും, മനസ്സിലായോ. സമയം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കൊന്ത വേണേലും എത്തിക്കാം, കുഴപ്പമില്ല അല്ലേ. അപ്പം അന്നേരം എനിക്ക് മനസ്സിലായി നമുക്ക് റിയലിസ്റ്റിക്കായിട്ട് നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ കാര്യങ്ങൾ. പക്ഷേ എപ്പോഴും 1ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക, അത് നമ്മുടെ പ്രയോറിറ്റിയാണ്. അതെന്നും ചെയ്യേണ്ടതാണ് കേട്ടോ. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നും ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ ശരീരത്തെ നമ്മളെന്നും പരിപോഷിപ്പിക്കുന്നില്ലേ. ആഴ്ചയിൽ ഒന്നല്ലല്ലോ നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലേ. എല്ലാ ദിവസവും നമ്മൾ 3 നേരം ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനെയും നമ്മൾ പരിപോഷിപ്പിക്കണം അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവിന് അതിൽ നിന്നാണ്, ശരീരത്തെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നും പ്രാർത്ഥിക്കണം, അതിന് ഒരു മുടക്കവും വരാൻ പാടില്ല. അത് നമ്മൾ പ്രയോറിറ്റൈസും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയും ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ആ രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യുകയും വളർത്തുകയും ചെയ്യണം. അപ്പോൾ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ആത്മാവിന് ഏറ്റവും ആവശ്യമാണ്. അപ്പം നമ്മൾ ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും പരിപോഷിപ്പിക്കണം. പ്രാർത്ഥനയാലും നല്ല ചിന്തകളാലും അല്ലേ, സ്നേഹത്താലും ഒക്കെ നമ്മൾ, അതായത് പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും, നല്ല ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളാണെങ്കിൽ നല്ല ഗാനങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നല്ല ദൈവത്തിലേക്ക് നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്നതായ പാട്ടുകൾ കേൾക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥന, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണേന്നാണ് നമ്മൾ അവർ ഫാദറിൽ പ്രാർത്ഥിക്കുന്നത് അല്ലേ, സ്വർഗസ്ഥനായ പിതാവേ. അപ്പം അന്നന്ന് വേണ്ട ആത്മീയ പോഷണവും നമ്മൾ ചെയ്യണം. അപ്പോൾ പ്രാർത്ഥന എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ സമയം നോക്കുക, നമുക്ക് എത്ര കൊന്ത പ്രാർത്ഥിക്കാം, അല്ലെ എത്ര നേരം മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെ എത്ര നേരം വചനം വായിക്കാം അല്ലേ. പക്ഷേ നമ്മുടെ ടൈം അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുക, പക്ഷേ അത് ഡെയിലി ചെയ്യുക. അതാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒത്തിരി നാളായിട്ട് ഞാനതാ ഫോളോ ചെയ്യുന്നത്. അത് തുടങ്ങിയതിന് ശേഷം എനിക്കത് മുടങ്ങിയിട്ടില്ല, ഒരിക്കൽ പോലും മുടങ്ങിയിട്ടില്ല. അതേസമയം നമുക്ക് അൺറിയലിസ്റ്റിക്
ടാർഗറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഇത്രയും ചെയ്യണം, അരമണിക്കൂർ വചനം വായിക്കണം, അല്ലെങ്കിൽ 4 ജപമാല ചൊല്ലണം, ഇത്ര കർണക്കൊന്ത ചൊല്ലണം, പിന്നെ ഇത്ര യാമപ്രാർത്ഥനകൾ ചെയ്യണം, ഫാമിലി പ്രെയർ ചെയ്യണം, ഡെയിലി മാസ് പോകണം, ഇന്നെല്ലാം നല്ല സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ അങ്ങനെ പോകും അല്ലേ. 4-5 അല്ലെങ്കിലും കുറേ അധികം സമയം പോകും അല്ലേ. അത്രയും സമയം നമുക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ സ്ട്രെസ്സാകും, പിന്നെ അത് എന്തു പറയുന്നത് ചെയ്യാൻ പറ്റാതെ വരും ഡെയിലി. അപ്പം അത് അവോയ്ഡ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അതാണ് എൻ്റെ ഒരു പ്രെയർ റൂട്ടീൻ. പക്ഷേ പിന്നെ വേറെ രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ സ്നേഹത്തോടെ ചെയ്യുമ്പം അതൊരു പ്രാർത്ഥന തന്നെയാണ്. എന്ത് ജോലി ആയിക്കോട്ടെ. ഞാൻ സാറ്റർഡേ എൻ്റെ പിള്ളേർക്ക് വേണ്ടി എപ്പോഴും സ്പെഷ്യലായിട്ട് കുക്കിംഗ് ചെയ്യാറുണ്ട്. സാറ്റർഡേ ഫസ്റ്റ് ഹാഫ് എൻ്റെ ഒരു കുക്കിംഗ് ടൈമാണ്. അപ്പോൾ ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കും. ബിരിയാണി, ഫ്രൈഡ് റൈസ്, പല പല കാര്യങ്ങൾ ഇങ്ങനെ സ്പെഷ്യൽ ട്രൈ ചെയ്യുന്ന, പുതിയ ഡിഷൊക്കെ ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമാണ്. അപ്പം ഞാനത് ഒത്തിരി എൻജോയ് ചെയ്തും വലിയ സ്നേഹത്തോടെയുമാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു അടുക്കളയിൽ ഒരു ജോലി ചെയ്യുവാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതും നമ്മളത് വലിയ സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അതും ഒരു പ്രാർത്ഥനയാണ് അല്ലേ. അപ്പം നമ്മുടെ സമയക്കുറവിനെ നമുക്ക് അങ്ങനെ എന്തു പറയുന്നത് പരിഹരിക്കാം. അപ്പം നമ്മൾ ഒരു തുണി മടക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് ജോലിയും ഏർപ്പെടുമ്പോഴും അത് സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ കരുണയോടെ വർത്തിക്കുമ്പോൾ അതും ഒരു പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും എൻ്റെ മക്കൾക്ക് വേണ്ടി സ്നേഹത്തോടെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് വേണ്ടി സ്നേഹത്തോടെ ഒരു പാചകം ചെയ്യുമ്പോൾ അതും ഒരു പ്രാർത്ഥനയാണ് കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, ദൈവത്തിന് നമ്മളുടെ ലിമിറ്റേഷൻസും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം ദൈവത്തിന് അറിയാം കേട്ടോ. അപ്പോൾ ദൈവം മനുഷ്യനായി ഇവിടെ വന്നാൽ നമ്മുടെ എല്ലാ വീക്ക്നെസ്സും അവനറിയാം. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അറിയാം അല്ലേ. അതുകൊണ്ടാണ് എബ്രായരുടെ പുസ്തകത്തിൽ നമ്മൾ പറയുന്നത്, വി ഡു നോട്ട് ഹാവ് എ ഹൈ പ്രീസ്റ്റ് ഹു ഈസ് അൺഏബിൾ ടു സിമ്പത്തൈസ് വിത്ത് അവർ വീക്ക്നെസ്സസ് അല്ലേ. നമ്മുടെ എല്ലാ വീക്ക്നെസ്സും അറിയാവുന്ന ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. നമ്മുടെ സമയക്കുറവിനെയൊക്കെ ആ പിതാവിന് മനസ്സിലാവും. അപ്പോൾ എനിക്കിത് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ 2ാമത്തെയും 3ാമത്തെയും പിള്ളേർ സാമുവലും ഡാനിയലും അവർ രണ്ടുപേരും 1.5 വയസ്സിന് വ്യത്യാസമുള്ള, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്വിൻസ് പോലെയാണ്. അപ്പോൾ ഞാൻ ഇവരെയും കൊണ്ട് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും എന്തെല്ലാം കുസൃതികളാണ് അവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഒരാളാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്തിരുത്താം. രണ്ടും കൂടെ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് അവരുടെ വലിയൊരു എയിം അവിടെ കളിക്കുക, ഓടി നടക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു കണ്ണൊന്ന് തെറ്റിയാൽ മതി, എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീഴണം, പിന്നെ അവിടെ ബഹളമാകും, പള്ളിയിൽ എല്ലാവരെയും ശല്യപ്പെടുത്തും. അപ്പോൾ ഒന്നുകിൽ ഓടി നടക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ദാഹം വരും, മറ്റൊരാൾക്ക് വിശപ്പ് വരും. ഇതൊന്നുമില്ലേ എവിടെ, ഞാൻ കുർബാന സ്വീകരിക്കാൻ ഇവരെ രണ്ടുപേരെ ഇവിടെ ഇരുത്തി വെച്ച് അമ്മ എൻ്റെ കൂടെ കൊണ്ടുപോയാൽ വരത്തില്ല, പിന്നെ കുർബാന സ്വീകരിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പോയി കുർബാന സ്വീകരിച്ചിട്ട് വന്നപ്പോൾ ഒരാൾ കുഴിയിൽ കിടപ്പുണ്ട്, വീണ്. എന്തോ ഈശോയുടെ ഏതോ കാലയിലോ എന്തോ പിടിക്കാനായിട്ട് കുനിഞ്ഞതാ, അതിനകത്തോട്ട് വീണുപോയി. എന്നിട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ബഹളമായിരുന്നു. ഇവരൊരു 2-3 വർഷം അത് അതിൽ കൂടുതലോ. ഞാൻ ഒരു കുർബാനയ്ക്ക് പോയാലും എനിക്ക് പൂർണ്ണമായിട്ട് കുർബാനയിലോ ദിവ്യബലിയിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. കാരണം കണ്ണും നോട്ടവും എല്ലാം ഇവരുടെ മേളിലും ഇങ്ങനെ ഡിവൈഡഡാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് കർത്താവ് ഇത്രയും എന്ത് കഷ്ടപ്പെട്ടാണ് വരുന്നത്, ഇതിനെ രണ്ടിനെ ഒരുക്കി ഇതെല്ലാം എടുത്ത് കുർബാനയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്തിനാണ് വരുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്ന് ശരിക്കും സമാധാനത്തോടെ കുർബാന കൂടാനോ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ ഞാൻ പള്ളിയിൽ വരുന്നതെന്ന് ഞാൻ പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. പലതവണ എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്, ഞാൻ വരുന്നതെന്നോ, എന്തിനാണ് വരുന്നത്, ഈ പിള്ളേരുടെ പുറകെ ഓടാനാണെങ്കിൽ ഞാൻ എന്തിനാണ് കുർബാനയ്ക്ക് വരുന്നതെന്നോ. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ, അവർ വലുതായി കഴിഞ്ഞിട്ട് ഈശോ എന്നോട് പറഞ്ഞു തന്നു, നീ അന്ന് അർപ്പിച്ച വന്ന് അറ്റൻഡ് ചെയ്ത ആ ദിവ്യബലികളെ അന്ന് അറ്റൻഡ് ചെയ്ത ആ ദിവ്യബലികളാണ് ഏറ്റവും മനോഹരമായ ദിവ്യബലികളെന്നും. അതായത് ഈശോയ്ക്ക് അത് വളരെ എന്താ പറയുന്നത് പ്രീതികരമായിരുന്നു എന്ന്. മനസ്സിലായോ? അപ്പം ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന്. ഞാൻ പോയി ഭയങ്കരമായിട്ട് ആഞ്ഞു പ്രാർത്ഥിച്ച ദിവ്യബലികളെക്കാട്ടിലും കർത്താവിന് പ്രീതികരമായിരുന്നു ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന് ഞാൻ കൂടിയ ഓരോ ദിവ്യബലികളെന്ന് കർത്താവ് പറഞ്ഞു കേട്ടോ. ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി അത് കേട്ടപ്പോൾ. അപ്പം ഈശോ നമ്മുടെ മനസ്സിൻ്റെ ഇൻറ്റൻഷൻ മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ നമ്മൾ എത്ര സമയം പ്രാർത്ഥിച്ചു,
നല്ലതാണ് കേട്ടോ, കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് വരും അല്ലേ. ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ വരും. ഒരു ഡ്രൈനെസ് അല്ലേ, പലരും പറയാറുണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ഒരു മെൻ്റൽ ഡ്രൈനെസ് ആണ്. എനിക്കും വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ അതുപോലെ ഇൻവോൾവ് ആയിട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവിനത് മനസ്സിലാവും. അപ്പോൾ മെക്കാനിക്കലായിട്ടാണെങ്കിലും പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ എല്ലാവരോടും പറയും, അങ്ങനെ ഡ്രൈനെസ് ആണെങ്കിലും കൊന്ത ചൊല്ലുക. ഒന്നും നമുക്ക് കൊന്ത ചൊല്ലുക പറയുമ്പോൾ ഒരു റുട്ടീനായിട്ട് നമ്മളങ്ങ് എന്താ പറയുന്നത്, മെക്കാനിക്കലായിട്ടാണെങ്കിലും അങ്ങ് ചെയ്യുക. അപ്പം ആ ഒരു ഡ്രൈനെസ് വരുന്ന അത് കുറച്ച് കാലമേ ഉള്ളൂ, നീണ്ടു നിൽക്കത്തില്ല അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, നിർത്താതിരിക്കുക. അപ്പോൾ ദിവ്യബലിയിൽ പോയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ വിഷമിക്കുക. പക്ഷേ കർത്താവ് പറയുന്നത് കർത്താവിന് ഏറ്റവും പ്രീതികരമായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈനെസ്സിൻ്റെ സമയത്ത് അർപ്പിക്കുന്ന പ്രാർത്ഥനകളായിരിക്കും ചിലപ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായിട്ടുള്ളത്, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പം അന്ന് അതെന്നെ ദൈവം അങ്ങനെ പഠിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇൻറ്റൻഷൻസ് മാത്രമേ ദൈവം നോക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിലെ ഇൻറ്റൻഷൻസ്, അതുകൊണ്ടാണ് ഞാനിപ്പം എല്ലാവരും എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും എനിക്ക് എല്ലാവർക്കും വേണ്ടി ഇരുന്ന് ഇങ്ങനെ ഒത്തിരി സമയം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കറിയാം ഞാൻ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ഒരു എന്ത് ചെറിയൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും അത് ദൈവസന്നിധിയിലെത്തും. കാരണം നമ്മൾ അത്ര സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുക, മനസ്സിലായോ? ആ ഒരു എത്തുമെന്ന് എനിക്കൊരു നല്ല വിശ്വാസമാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ സമയക്കുറവിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒത്തിരി അതെല്ലാവർക്കും ഇപ്പം ജോലിക്കാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് അല്ലേ. അപ്പം നമ്മൾ ചെയ്യുക, പ്രാർത്ഥന മുടക്കരുത്, പ്രാർത്ഥന വേണ്ടാന്ന് വയ്ക്കരുത്, എല്ലാ പ്രാർത്ഥനകളും ചെയ്യണം. പക്ഷെ നമ്മൾ തീരുമാനിക്കുക എത്ര സമയം നമുക്ക് പ്രാർത്ഥിക്കാം. 1 മണിക്കൂറാണോ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ഡെയിലി? 1 മണിക്കൂർ. പക്ഷേ എന്നും ചെയ്യുക. 2 മണിക്കൂറാണോ? കൂടുതൽ നല്ലതാണ്. പക്ഷേ അത് എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യുക. 3 മണിക്കൂറാണോ? 3 മണിക്കൂർ ചെയ്യുക. അപ്പം ഓരോരുത്തരും അവരുടെ ജീവിതാന്തസ് വെച്ചിട്ട് തീരുമാനിക്കണം അല്ലേ, നമ്മൾ എത്ര സമയം പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാ പ്രവൃത്തികളും സ്നേഹത്തോടെ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഒരു പ്രാർത്ഥന പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻറ്റൻഷൻസ് അല്ലേ, ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പോലും ദൈവം മാനിക്കുന്നവനാണ്. അപ്പം അതിന് നമുക്കൊരു ഫുൾ മാർക്ക് തന്നെ തരും കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഒരു റുട്ടീന്. അപ്പം പലരും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ഇങ്ങനെ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നു, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എത്ര സമയം പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പേഴ്സണൽ ഇൻറ്റൻഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കാമോ, ദൈവത്തിന് എല്ലാം അറിയാമല്ലോ, അപ്പം നമ്മൾ പ്രാർത്ഥിക്കണോ, പിന്നെ കുറേ ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാം ഞാൻ ഓർക്കുന്നില്ല, ഏതാണ്ട് ഇതേ ഒരു സിമിലർ ലൈൻസിലുള്ള കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ആൻസറായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൽ കവർ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ, രാത്രിയിലെ പ്രാർത്ഥന. അപ്പോൾ അതൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം കേട്ടോ. അപ്പം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.